ഈ വെക്കേഷന് സാമ്പ്രാണിക്കൊടിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ. വെറും 290 രൂപയ്ക്ക് നമ്മുടെ കൊല്ലത്ത് നിന്ന് സാമ്പ്രാണിക്കൊടി വരെ പോയിട്ട് വന്നാലോ? സാമ്പ്രാണിക്കൊടിയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്ന ചങ്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ നേരെ വരേണ്ടത് നമ്മുടെ കൊല്ലം ചിന്നക്കട ബസ് സ്റ്റാൻഡിലാണ്. അതേപോലെ തന്നെ KSRTC ബസ്സിൽ വരുന്നവരാണെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുകളിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റോപ്പിലേക്കുമാണ്. ഓരോ അരമണിക്കൂർ വിട്ടുവിട്ട് നമുക്ക് പ്രാക്കുളത്തേക്ക് ബസ് കിട്ടും. ടിക്കറ്റ് റേറ്റ് വരുന്നത് 20 രൂപയാണ്. ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം യാത്ര ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ചെല്ലുന്നത് സാമ്പ്രാണിക്കൊടിയിലേക്കാണ്. സാമ്പ്രാണിക്കൊടി ചെന്ന ഉടൻ തന്നെ DTPC കൊല്ലത്തിന്റെ ടിക്കറ്റ് കൗണ്ടർ കയറി 150 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ബോട്ടിൽ കയറ്റി നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് കൊണ്ടുപോകും. ഐലൻഡിൽ ചെന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ചു നേരം ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ചതിന് ശേഷം തൊട്ടപ്പുറത്ത് ബോട്ട് ചേട്ടന്മാർ ഒരുപാട് പേര് കാണും. പെർ ഹെഡിന് 100 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കണ്ടൽക്കാടെല്ലാം കയറി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസരം അവർ ഒപ്പിച്ചു തരും. ഏതാണ്ടൊരു മുക്കാൽ മണിക്കൂറോളം യാത്രയാണ് ഈ ബോട്ടിനകത്ത് വരുന്നത്. നിങ്ങൾ എന്തായാലും പോവുകയാണെങ്കിൽ ഈ ഒരു സംഭവം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അരമണിക്കൂർ സംഭവം സെറ്റ് തന്നെ കേട്ടോ. ഒരുപാട് കണ്ടൽക്കാടും അതേപോലെ തന്നെ ചെറു ദൂരത്തിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ ഒരു ബോട്ട് പോകുന്നത്. തിരിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ കൊണ്ടിറക്കും. 1 മണിക്കൂറാണ് നമുക്ക് അവിടെ നിൽക്കാനുള്ള ടൈം. അപ്പോഴേക്കും നമ്മുടെ ബോട്ട് എത്തും. ബോട്ടിൽ കയറി നേരെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്കാണ് ഇറങ്ങുന്നത്. സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് കുറച്ച് നടന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 200 മീറ്റർ മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും. ടിക്കറ്റ് റേറ്റ് വരുന്നത് 20 രൂപയാണ്. നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ കുറെ ചേട്ടന്മാരും ചേച്ചിമാരും നമ്മളെ കാത്ത് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. വേറൊന്നുമല്ല, കട്ട് ഫ്രൂട്ടും നാരങ്ങ വെള്ളവും മോര് വെള്ളവും അതേപോലെ ഉപ്പിലിട്ട നെല്ലിക്ക അങ്ങനെ ഐറ്റങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും കാണും. നിങ്ങൾ പോകുമ്പോൾ ഇവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ.